വേണ്ട വെച്ച് സിജോ ജസ്റ്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാ? മൈസൂരിന്റെ കാഴ്ചകളൊക്കെ ആയിട്ടാണ്. രാവിലെ നേരം വെളുത്ത് ഞങ്ങൾ ഹോട്ടലിൽ പുറത്തിറങ്ങിയതാണ്. അപ്പൊ ഇവിടെയുള്ള ഗ്രാമീണരായ ആൾക്കാർ, അതായത് സാധാരണ ആൾക്കാരുടെ ഉള്ളേരിയയിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെയാ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കേട്ടോ. പശുക്കളൊക്കെ ഇറക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒരാൾ പശുവിനെ ഞങ്ങൾ പുറകിൽ നിന്ന് കറന്നുകൊണ്ടിരിക്കും. എല്ലാവരും വീടിന് മുമ്പിൽ കൂടെ ആട്ടോ പശുവിനെ കെട്ടിയിടുന്നത്. ഇവിടെയുള്ള സാധാരണ ആൾക്കാരുടെയൊക്കെ ജീവിത രീതിയാട്ടെ കാണുന്നത്. പശുക്കളെയൊക്കെ വീടിന്റെ സൈഡിൽ കൂടെയൊക്കെ കെട്ടിയിടും. എന്നിട്ട് രാവിലെ പശുക്കളെ കറന്ന് അതിനുശേഷം പാല് കൊണ്ടായിട്ട് ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ പാല് ഇവിടെ തന്നെ കൊടുക്കും കേട്ടോ. ഒരാൾ ഇവിടെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഫ്രഷ് പാലല്ലേ, ഡയറക്റ്റ് വിൽപ്പന. ഇപ്പൊ പശുവിനെ കറന്ന് പാലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ പാല് കിട്ടിയിട്ട് വേണം അത്രയും ആൾക്കാർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പാലിന് വേണ്ടിയിട്ട്. കേട്ടോ, ഫ്രഷ് പാല് കറന്ന് ഒഴിക്കുന്ന വട വാങ്ങിക്കൊണ്ട് പോകുന്നു കേട്ടോ. കെട്ടിപ്പോലും ഇട്ടിട്ടില്ല കേട്ടോ പശുവിനെ. റോട്ടിൽ നിർത്തിയാണ് കറക്കുന്നത്. ആ പശുവിന് ഒരു കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. കറവ് കഴിഞ്ഞ് പശുവിനെ വിട്ടു കേട്ടോ. പശുവിന് സ്വന്തം ഇഷ്ടത്തിന് നടന്ന് തിന്നാൻ പോയേക്കുന്നതായി കാണുന്നത്. വേറൊരു പശുവിന്റെ ഗ്രാവാണ്. പക്ഷെ പുള്ളി എല്ലാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നടക്കുന്നുണ്ട് പുറകെ. പശു സമ്മതിക്കുന്നൊന്നുമില്ല, പൊക്കോളാ പറയുന്നുണ്ട്. ഇവിടെ നമുക്കിതിൽ നടന്ന് കുറെ കാഴ്ചകളൊക്കെ കാണാവേ. രാവിലെ അയാൾ റോട്ടിൽ നിർത്തിയ പശുവിനെ ഇവിടെ റോട്ടിൻ്റെ സൈഡിൽ കൂടെ ആട്ടോ പശുക്കളൊക്കെ കിട്ടുന്നതൊക്കെ. അപ്പോൾ കറവയൊക്കെ റോട്ടിൽ തന്നെയാണ്. ഇങ്ങനെയാണ് പശുക്കളെയൊക്കെ ഇവിടെ കിട്ടുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിടും. ഇവരൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കാൻ നോക്കും. വൈകുന്നേരം ആകുമ്പോൾ പിടിച്ച് കയറ്റി കെട്ടും. എല്ലാവരും രാവിലത്തെ തിരക്കില്ല. എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്തോടെ ഉണ്ട് കേട്ടോ കോലം വരച്ച് വെച്ചേക്കുന്നു. എല്ലാവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറഞ്ഞ തോതിൽ ചെറുതൊക്കെ ആയിട്ട് ഓരോരുത്തരും കഴുകലും പെറുക്കലോ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും കാണാം കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ കഴുകിയിടുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്റെ സ്ഥലത്തിന്റെ പേരോ? നീതി നഗേരയോ? രാവിലെ രമിച്ച് ഇരുന്നിട്ട് പൂവൊക്കെ കോർക്കുന്നുണ്ട്. നല്ല സ്പീഡിലാട്ടോ പൂവൊക്കെ കോർക്കുന്നത്. ഇത്ര 20 രൂപ. അവരുടെ സന്തോഷം. ഇവിടെ എല്ലാവരും ഓരോ പണിയിലാട്ടോ. വണ്ടി കഴുകുന്നവര്, തുണി കഴുകുന്നവര്, ചായകുടി. ഇവിടെ വെള്ള സംവിധാനം ഇങ്ങനെയാട്ടോ. അതെന്താ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. ഒരു പട്ടിയാട്ടോ ഈ കാണുന്നത്. പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് എഴുതിയെടുത്ത്. ചേരിയൊക്കെ വളരെ വൃത്തിയുള്ള കൃഷിയുണ്ട്. ഈ കാണുന്ന മൊത്തം ഓരോരുത്തരുടെ വീടുകളാട്ടോ. വീടാണ്. നമുക്ക് എല്ലാവരും രാവിലെ ഫ്രണ്ടൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഓരോക്കെ വരച്ച് ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായി കാണുന്നത്. ഇതെല്ലാം അതെ, മൊത്തം അതെ, രണ്ട് സൈഡിലും മൊത്തം വീടാണ്. ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. രാവിലെ എല്ലാവരും കഴുകിയിട്ടു. ആചാരത്തിന്റെ ഭാഗമാണോ? മനുഷ്യനെങ്ങനെ തിങ്ങി പാർക്കുന്ന രീതിയാണ്. രാവിലത്തെ പണിയാട്ടോ ചേച്ചികൾക്ക്. എത്ര നേരം ഇവിടെ എല്ലാവരും കാത്തു നിന്നല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നാന്ന് തോന്നുന്നു. എന്നാലും സ്ഥിരമായിട്ട് കൊടുക്കുന്നാന്ന് തോന്നുന്നു. എത്ര നേരം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട്. എന്തായാലും അതിൻ്റെ മുകളിൽ ഇഷ്ടംമാതിരി കാക്കി എല്ലാവരും ഉണ്ട്.
ആ പശുവിനെ കണ്ടല്ലേ എന്റെ കൊമ്പൊക്കെ നോക്കി എന്തോ ഇനോ അല്ലേ? വേറെ എന്തോ ഇനോ തോന്നുന്നു. എന്തോ വേറെ ഏതോ ഇനോ തോന്നുന്നു. ഇങ്ങോട്ട് നോക്കുവോ? അത് അതിന്റെ കിടാവാട്ടോ. ആണോ? ഒരു ദിവസം രാവിലെ ഇവിടെ ഉള്ളവർ രാവിലെ എണീച്ചിട്ട് അവരുടേതായ കാര്യങ്ങൾ മുഴുവൻ, അത് പെണ്ണുങ്ങളാണ് അടുക്കളയിൽ പാത്രങ്ങൾ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ പുറത്ത് കൊണ്ടു വെച്ചിട്ടാണ് കഴിയുന്നത്. ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ടാണ് കഴിയുന്നത്. എല്ലാം തേച്ച് കഴുകും. അതുപോലെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കഴുകി വൃത്തിയാക്കും. അതുപോലെ തന്നെ അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ അത് കഴുകും. അതുപോലെ പശുക്കളുണ്ടെങ്കിൽ അത് മൊത്തം കഴുകി നല്ല ക്ലീൻ ആക്കും കേട്ടോ രാവിലെ. എന്താണെന്ന് അറിയത്തില്ല, അവരുടെ ഒരു ആചാരമാണോ ഇനി എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും എല്ലാം രാവിലെ തന്നെ ചെയ്യും. അതപ്പോൾ നമ്മൾ കണ്ടത് ചെയ്യുന്നത്. രാവിലെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കേൾക്കണ്ടു കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യൻസും ഉണ്ട്. എങ്ങോട്ടേ വെള്ളം പോകുന്നേ? നടക്കുന്നത് ഇത് ഗവൺമെന്റ് തരുന്ന വെള്ളം ആണോ? ഇവിടെ എല്ലാവരുടെയും വീടിന് മുമ്പിൽ കൂടെ ഇതുപോലെ ഒരു കുളം കുത്തി വെച്ചേക്കോട്ടോ. സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങി പോകാനായിട്ട്. പിന്നെ അത് തേച്ച് കഴുകി രാവിലെ വെള്ളമൊക്കെ ക്ലീൻ ആക്കി രാവിലെ പുതിയ വെള്ളം പിടിച്ചു പോകും. ഇവരില്ലാന്ന് തോന്നുന്നു. വെള്ളം രാവിലെ പാല് അളന്ന് കൊടുക്കുവാണോ? എന്നിട്ട് നല്ല പശു വെക്കാൻ തോന്നുന്നു അല്ലേ? പിന്നെ അടിപൊളി പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ പ്രസവിച്ചിരിക്കുന്നു, കറവയൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് തന്നെ കറന്ന് എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പാല് കൊടുക്കുന്ന കണ്ടില്ലേ, അങ്ങനെ വീടുകളിലേക്ക് കൊടുക്കുക. ഇവരെങ്ങനെയൊക്കെ കേട്ടോ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. ഇതുണ്ടോ ചാണാൻ ഉണങ്ങാൻ ഇട്ടിരിക്കുന്നുണ്ടോ? ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തിക്കാനാണ്. ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വിറകിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ രാവിലെ വെള്ളം വരുന്ന സമയത്ത് വെള്ളം പിടിച്ച് വെച്ചേക്കുന്ന കേട്ടോ കാണുന്നത്. അവിടെ ഒരാളുണ്ടല്ലോ, എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ഉണ്ടോ ഒരു കഴിയ ചാണകം കൊണ്ട് മെഴുകിയൊക്കെ കേട്ടോ കാണുന്നത്. എല്ലാവരും പാത്രം കഴിക്കില്ല രാവിലെ. ഇവിടെ ഇതിലെ പോകുന്നവർക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആകെ 2 പേർക്ക് ഇഷ്ടപ്പെടാതെ പോയുള്ളൂ. 2 പേരോടെ കിടന്ന് കുറയ്ക്കുന്നത് കേട്ടോ. 2 പേർക്ക് 3 പേരുണ്ട്. ഇവിടെ പല സ്ഥലത്തും അങ്ങനെ തന്നെയാ കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇവിടെ നല്ല സഹകരണം കേട്ടോ ആൾക്കാരൊക്കെ. യാതൊരു കുഴപ്പമില്ല. നമുക്ക് എവിടെ കയറി വേണേലും വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷെ ആകെ ഇഷ്ടപ്പെടാൻ പോയ 2 പറ്റി. നമ്മൾ ചോദ്യം ചെയ്തത് ആകെ അവർ മാത്രമേ ഉള്ളൂ. നല്ല സഹകരണം കേട്ടോ ഇവിടെ ഉള്ളവർ. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പട്ടിങ്ങ നോക്കി നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല അടിപൊളി പശുക്കളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മൈസൂരത്തെ ഗ്രാമീണരുടെ ജീവിത രീതികൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.